ഹലോ ഗായ്സ്, ഞങ്ങൾ ഇതാ വയനാട്ടിലേക്ക് കയറുകയാണ്. ഓ തടുത്തിട്ട് വയ്യ. ഇവിടെ ബ്ലോക്കാണ്, നല്ല ബ്ലോക്ക് ഉണ്ട്. ഞങ്ങളിതാ ഇവിടെ അടിവാരം കഴിഞ്ഞ് ചുരത്തിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ആണ്. ഞങ്ങള് നല്ല നല്ല തണുപ്പുണ്ട്. അതാണ് ഞങ്ങള് അവിടേക്കാണെന്നൊക്കെ പോവാനുള്ളത്. അവിടെ നിന്നൊക്കെ ഞാൻ വ്യൂസ് കാണിച്ചു തരാം. തണുക്കുണ്ട്, കയ്യൊക്കെ ഇങ്ങനെ കൂച്ചിന്. നല്ല ബ്ലോക്കാണ് കേട്ടോ. നമ്മള് കുറച്ചേരം ഇവിടെ നിന്ന് ഇതവിടെ ബ്ലോക്കാണ്, മൊത്തമായിട്ട് ബ്ലോക്കാണ്. രാവിലത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഉച്ചക്കത്തും വൈകുന്നേരത്തെ അവസ്ഥ എന്തെങ്കിലും. നല്ല കാറ്റ്. അന്നെ കണ്ടില്ലല്ലോ, രണ്ട് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കണ്ടില്ലല്ലോ അവരെ. അയ്യോ, ഇങ്ങോട്ട് പോണത് കാറ്റ്. ഞങ്ങള് കാണിച്ചരാ കയ്യ് വിറക്കണ. നാളെ ചുരം കയറി മുതൽ ബ്ലോക്കാണ്, അവിടുന്ന് തുടങ്ങുന്ന ബ്ലോക്കാണ്, ഇതുവരെ ഉണ്ട്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ബൈക്ക് ആയതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല. പക്ഷെ കാറേറ്റും അതേപോലെ ബസ് അങ്ങനെയുള്ള വലിയ വണ്ടികളേറ്റ് വരികയാണെങ്കിൽ എന്തായാലും ബ്ലോക്ക് നല്ല പെടൽ പെടും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല ബ്ലോക്കാണ് താമരശ്ശേരി ചുരത്തിൽ, നല്ല ബ്ലോക്ക് തന്നെയാണ് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ കുറച്ചൊരു ബ്ലോക്ക് ഇവിടുന്ന് ഒഴിഞ്ഞിട്ടിരിക്കണം. ഇനി അടുത്തൊരു ബ്ലോക്കും കൂടി വരാണ്ട്. അതിൻ്റെ മുന്നായിട്ട് വേഗം എത്തിപ്പെടാൻ നോക്കട്ടെ. എന്തായാലും പോയേക്കാം, എവിടെ എത്തും നോക്കട്ടെ. ഇവിടുന്ന് അതാ ഞാൻ നേരത്തെ പറഞ്ഞ നീലപ്പള്ളി, അതടി ആ പള്ളിയാണത്. ആ ഏകദേശം ഞങ്ങൾ രാവിലെ ഒരു 7 മണി 7:15 ആ ടൈമിലാണ് ചുരം കയറുന്നത്. എന്തോ ഭാഗ്യത്തിന് ബൈക്ക് ആയതുകൊണ്ട് വലിയ ആ ബ്ലോക്കിൽ കാര്യങ്ങളൊന്നും പെടുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടുന്ന് കാണാൻ നല്ല രസമാണ് ആ സമയത്ത്. പക്ഷെ ഞങ്ങളെ വന്ന റൂട്ടാണ് ബ്ലോക്ക്. നോക്കി നിങ്ങൾ, അന്നത്തെ ബ്ലോക്കാണ്. ഇതല്ല, ഇവിടുത്തെ ചെറുതാണ്. ഇതിൻ്റെ തുടക്കത്തിലുള്ള ബ്ലോക്ക്, ഞങ്ങൾ അടിവാരത്തു നിന്ന് കയറി ആ ചുരം തുടങ്ങുന്ന അവിടെയുള്ളൊരു ബ്ലോക്കിൻ്റെ അവസ്ഥയാണത്. അവിടുന്ന് തുടങ്ങിയതാ ഇതുവരെ ഞങ്ങൾ നിൽക്കുന്ന ഇതുവരെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്, നല്ല ബ്ലോക്ക്. വെൽക്കം ടു വയനാട്. അങ്ങനെ ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വയനാട്ടിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്തായാലും വയനാട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും പോയി കണ്ടിട്ടൊക്കെ വരാം. അങ്ങനെ കുറച്ചാണ്ട് അപ്പുറം എത്തിയപ്പോൾ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളും. എന്തായാലും വയനാട് വന്നാൽ ഫസ്റ്റ് കാണുന്നൊരു സംഭവമാണ് തേയിലത്തോട്ടങ്ങൾ. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ മുന്നിൽ കൂടി 2 റേസിംഗ് സൈക്കിളുകൾ ഇങ്ങനെ പറന്ന് പോകുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ആ യാത്ര തുടരുകയാണ് ഗൈസ്. നമ്മളൊരു തേയിലത്തോട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫാമിലിനെ മാത്രമേ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ. നമ്മളപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള. ഇനിയിപ്പോൾ അടുത്തത് ആരൊക്കെ വരുന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അപ്പുറത്തേക്ക് റോഡ് മുറിച്ച് കിടക്കാം. വേമ്പാ അങ്ങനെ റോഡൊക്കെ മുറിച്ച് കിടന്ന് തേയിലത്തോട്ടത്തിലേക്ക് തേയില കണ്ടിരിക്കണത് അടുത്തൻ്റെ അല്ല എന്നാ കണ്ടോ. ഇതാണ് തേയില, ഇതാണ് തേയിലൻ്റെ ഇല. ഇതാണ് തേയിലൻ്റെ ഇല, കണ്ട. ഓക്കെ ഓക്കെ. ഇതാ വെയിലിട്ട് ഇങ്ങോട്ട് അടിച്ചോണ്ടാണ്. വാവ് വാവ്, ഇവൾ ഫസ്റ്റ് ടൈം തേയില കാണുകയാണ് ഗൈസ്. അല്ലാ, നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. നല്ല ക്ലൈമറ്റ്. അങ്ങോട്ട് കയറി പോണോ? ആ ബാഗ് അവിടെയാണ്. നമ്മളെ ബൈക്ക് അതാ അവിടെ, നമ്മളെ അവിടെ. ആ അതാ നമ്മളെ ബൈക്ക് അതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് മഞ്ഞ് കുറവായാലേ. ഇന്ന് മഞ്ഞ് കുറവാണ്. അല്ല ഗൈസ്, ഞാൻ എങ്ങനെയുണ്ട് ഗൈസ്? ഗ്ലാമറല്ലേ? പോരടാ. ഇത് കുറച്ചും കൂടി ഇതായിക്കോണ്ടി. തെളുത്ത് വരാണ്ട്. തെളുത്തല്ല, തളിർത്ത്. ഞങ്ങൾ തെളുത്ത് എന്ന് പറയാം. പിന്നെ തളിർത്ത് ഇതെന്താ അത്? വാ, കാണിച്ചു കൊടുക്കൂ എൻ്റെ പ്രേക്ഷകർക്ക്. അയ്യോ
അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നേരം 10 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതാണെങ്കിൽ നല്ല രസമുണ്ട്. പക്ഷേ ഇതിലങ്ങനെ ശരിക്കും മനസ്സിലാവണില്ല. ഇത് മനസ്സിലായില്ലേ? നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലം. ഓക്കെ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. എന്നാ ബാഗ് കുടിച്ച ഒക്കെ എന്നെ ഏൽപ്പിച്ചതാണ്. ഇവിടെ മെയിൻ പരിപാടിയാണ്. ഇവിടെ ബാഗ് ഇവിടെ ഇതൊക്കെ എന്നെ ഏൽപ്പിക്കും. ഫോണൊക്കെ ഫുഡ് കഴിക്കട്ടെ. നാട്ടക്കടിയുണ്ട്. നമ്മളിവിടെ പോകുന്ന ഇടയിലേ കുറച്ച് തേയിലങ്ങനെ കൂട്ടി വെക്കുന്നൊരു ആളുകളെ കണ്ടു. അപ്പം നമ്മൾ മലയാളം പറഞ്ഞിട്ടൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കുറച്ച് ഹിന്ദി തോടാ മാലു ഹേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഇവിടെ വരെ മുന്നിലാണ്. തേയിലൊക്കെ കൂട്ടുന്നുണ്ട്. കണ്ടങ്ങൾ നല്ല രസമുണ്ട് കേട്ടോ. അവിടുന്ന് വരിയായിട്ടത് കൊണ്ടുവരുന്നു. കണ്ടങ്ങൾ ബാക്ക് അവിടുന്ന് കൊണ്ടുവരണല്ലോ. ഓ ഇത് കനം ഉണ്ടാവില്ലല്ലേ? വലിയ കനം ഇല്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമല്ലേ. ഒരാൾ റോഡ് ക്രോസ് ചെയ്യും. ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഇതേപോലെ കൊട്ടുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കൊട്ടും ഇവർ. ഇനി അങ്ങനെ വാരിയെടുത്തിടുക അല്ലേ? അങ്ങനെ കൊട്ടിയിട്ട് ഇതേപോലെ വാരിയെടുത്തിടുക അല്ലെ? അതിന് വേറെ വേസ്റ്റ് വേറെ തരംതിരിക്കുമോ? എന്തോ ഉണ്ട് നമുക്ക്. ഇവിടെ നായ്ക്കുട്ടനതാ കുട്ടൻ വരിക്കഥ വരുന്നത്. ഒരാളെ നല്ല രസമുള്ള ഏരിയ ആണ് കേട്ടോ. ഞങ്ങൾക്ക് മാത്രം ഇവിടെ അനുമതി കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു. ഞങ്ങൾ ഇവരോട് ചോദിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇല്ല അങ്ങോട്ട് മേലക്കൊന്നും കയറണ്ടെന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഒക്കെ നിന്നുകാണ്ട് കാഴ്ചകളൊക്കെ കാണാം. നോ പ്രോബ്ലം. അടിപൊളി. അവിടുന്ന് അയ്യോ വണ്ടികൾ. അയ്യോ ഇപ്പൊ തന്നെ കമ്പും കാര്യങ്ങളൊക്കെ വേറെ വീഴും. ഇതൊക്കെ ഒന്ന് കൊയ്യുന്ന കാണാം നമുക്ക് ഇന്നിപ്പോൾ വന്നിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാണണ്ട. അവിടുന്ന് രണ്ടാളും കൂടിയും വരാണ്ട്, കുറച്ച് ടീമും കൂടെ. ഇതിവിടെ കൊട്ടാൻ പോകുന്നു. ഇവിടെ കുറച്ച് കൊട്ടി. അപ്പോൾ ഇതിന് വീഡിയോ അപ്പോൾ ഇതിന് എടുത്തില്ല. ഇതാ കൊട്ടുന്നു. കൊട്ടി കഴിഞ്ഞു. ഇനി ഇവരെന്തോ തരം തിരിക്കുന്നുണ്ട് കേട്ടോ ഇതിന്. കമ്പകൾ മാത്രം വേറെ തരം തിരിക്കുക അല്ലേ? എന്താ കമ്പ് മാറ്റിയിട്ട് ഇവർ അത് ഒഴിവാക്കിയിട്ട് ഇല മാത്രം ആക്കാം. അത് നൈസാലേ. അവിടുന്ന് കുറച്ച് ഇനിയും ഉണ്ടോ? ഇനിയും വരുന്നുണ്ടല്ലോ അവിടുന്ന്. നല്ല രസം. നമുക്കൊന്ന് കൂടി കൊടുത്താലോ? നമുക്ക് ഇവിടെ കുറച്ചേരം ഇരിക്കാം. എന്താടി എന്താ ഉദ്ദേശിച്ച്? എന്താ ചെറിയ കുട്ടിയാളെ മാതിരി.